പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി പോവാൻ അവസരം കിട്ടിയാൽ എന്തായാലും പോവും. അപ്പം ഞാൻ എസ്പെഷ്യലി എനിക്കൊരു സ്ലോ ട്രാവലിംഗ് പ്രിഫർ ചെയ്യുന്ന, ചുമ്മാ ഇങ്ങനെ പോയി കണ്ടുവരാന്നല്ലാതെ അവിടെ താമസിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളിലേക്ക് എടുത്ത് അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ 2-3 ദിവസങ്ങൾ കൊണ്ട് നിന്ന് പോയതൊക്കെ ഉണ്ട്. അപ്പം അവിടെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വീണ്ടും പോകാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ കശ്മീരിൽ 1 വീക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 1 വീക്ക് കൊണ്ടോ നമ്മൾ കശ്മീർ കണ്ട് കഴിയില്ല. അപ്പം ഹിമാചലിലാണെങ്കിൽ മണാലി, കസോൾ, ബർഷേനിയൊക്കെ 2-3 തവണ പോയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ പോകുന്നൊക്കെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് ഗ്യാപ്പ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടുത്തെ വില്ലേജസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡേയ്സ് അവിടെ നിൽക്കണം. അതുപോലെ ഇപ്പം ഞാൻ നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ അത് വലിയൊരു ഏരിയ ആണ്. അപ്പം ഞാൻ അരുണാചൽ, ആസാം പോയിട്ടുണ്ട്. അത് തന്നെ എല്ലാ ഭാഗമൊന്നും കവർ ചെയ്തിട്ടൊന്നുമില്ല. അരുണാചൽ 1 മന്ത് ഉണ്ടായിരുന്നു. അതൊരു തിയേറ്റർ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി പോയതാണ്. പക്ഷെ അവിടെയൊക്കെ ഇനിയും ഒരുപാട് കാണാനുണ്ട്. എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ട്രിപ്പായിട്ടാണ് നമുക്കൊരു അവസരം വരുന്നെങ്കിൽ അത് പോവാം. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അല്ലാണ്ട് കുറെ ഡേയ്സ് താമസിച്ച് നിന്ന് കാണാൻ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു സ്ഥലം കാണാലോ.